ഫ്രണ്ട്സ്, ഞാൻ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് എൻ്റെ കണ്ണിൽ ഒരു നല്ലൊരു വട്ടം കണ്ടു, ആ റിംഗ് ലൈറ്റ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തന്നെ ആ റിംഗ് ലൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒത്തിരി പേര് ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? വട്ടമില്ല. അപ്പം നമുക്ക് ഈ റിംഗ് ലൈറ്റ് വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ശരിക്കുള്ള ഒരു റിംഗ് ലൈറ്റ് നമ്മൾ മേടിക്കുന്ന ഭയങ്കര വിലയ്ക്ക്. ഇത് നമുക്ക് ഒരു 500 രൂപയ്ക്ക് താഴെ വരത്തുള്ളൂ ഈ റിംഗ് ലൈറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ആവശ്യമുള്ള തന്നെ റിങ്ങും പിന്നെ കുറച്ച് LED സ്ട്രിപ്പും പിന്നെ കുറച്ച് പശയും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണെന്നെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നമ്മുടെ റിംഗ് ലൈറ്റ് ഒന്ന് കാണിച്ചു തരേ. ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. നല്ല ഒരു റൗണ്ട് ആയിട്ടുള്ള നല്ല വെട്ടമൊക്കെ ഉള്ള റിംഗ് ലൈറ്റ് ആണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ റിംഗ് ലൈറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ കഥാപാത്രമായ റിങ് നമുക്ക് ഏത് ടൈപ്പ് റിങ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വീട്ടിൽ പഴയ സൈക്കിളിൻ്റെയൊക്കെ റിമ്മൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ വെയിറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഫാൻസി സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ പിള്ളേർ കളിക്കുന്ന ഒരു റിങ്ങാണിത്. ഇതിനാണ്ട് 60-70 രൂപ ആ റേഞ്ചേ വരത്തുള്ളൂ. ഇതാകുമ്പോഴത്തേക്ക് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റാണ്. അപ്പോൾ നമുക്ക് എളുപ്പം നമ്മുടെ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. അതാണ് ഇതിനുള്ളൊരു ഗുണം. പിന്നെ നമുക്ക് വേണ്ട മെയിൻ സാധനം അത് നമ്മുടെ LED സ്ട്രിപ്പ് ലൈറ്റ്. ഇത് 5 മീറ്റർ നീളമുണ്ട് ഈ സാധനത്തിന്. നമുക്ക് 5 മീറ്റർ വേണ്ടി വരും തോന്നില്ല. 12 വോൾട്ട് പവറിൽ വർക്ക് ചെയ്യും, വൈറ്റ് കളറ്. പിന്നെ അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പവർ സപ്ലൈ, പിന്നെ ഒരു ഗ്ലൂ, പിന്നെ ഈ റിങ് നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടി ഒരു ക്ലാമ്പ്. ഈ ക്ലാമ്പ് ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഹോൾട്ട് എടുത്തതാണ് സംഭവം. ഇത് നമ്മുടെ ഈ ലൈറ്റ് സ്റ്റാൻഡിലോട്ട് ചുമ്മാ ഒന്ന് കയറ്റി വെച്ചാൽ മതി. അതാകുമ്പോഴത്തേക്ക് വെയിറ്റ് കുറവാണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇനി നമ്മുടെ ആദ്യത്തെ കലാപരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ റിങ്ങിനൊരു ലോക്കുണ്ട് കേട്ടോ. ആ ലോക്കിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് കയറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നല്ല ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അത്രയുള്ള കാര്യം. ഇല്ല പരിപാടിയൊന്നുമില്ല, സിമ്പിൾ, ആർക്കും വേണം ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആണ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഇതിനകത്തോട്ട് സ്വല്പം പശ ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല സ്ട്രോങ് പശയല്ലേ, അപ്പോൾ നമുക്ക് ഒരു തുള്ളി പശ മതി. അങ്ങനെ നമുക്ക് ഈ റിങ് നല്ല അടിപൊളിയായിട്ട് ഇത് മുഴുവനായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ല കളർഫുള്ളായിരുന്നു, പല പല കളറുള്ളതുകൊണ്ട് കാണാനും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇവനെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ എന്ത് പറയുന്നത് ലെവൽ കറക്റ്റായിരിക്കണം, ഇങ്ങനെ വളഞ്ഞൊന്നും പോരുത്, എന്നാലേ അത് നിൽക്കത്തുള്ളൂ. കാര്യം ഇത് ഈ വലിയ ഒരു സംഭവമൊന്നും അല്ലാത്തതുകൊണ്ട് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞൊക്കെ പോകും. അപ്പോൾ അത് നമ്മളൊരു ഡെസ്കിലോ അല്ലെങ്കിൽ നമ്മുടെ തറയിലോ വെച്ച് അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് എളുപ്പം സെറ്റ് ചെയ്തെടുക്കാം. സിമ്പിൾ പരിപാടിയാണ്. ഇപ്പോൾ നമ്മളൊരു റിംഗ് ലൈറ്റ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വില കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പം നമ്മുടെ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ഒത്തിരി പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടും. കാര്യം ലൈറ്റാണല്ലോ നമ്മുടെ ഈ വീഡിയോയുടെ ഒരു എന്താ പറയുന്നത് കാണാനൊരു ഭംഗി ഉണ്ടാക്കുന്ന സാധനം. അപ്പോൾ ഇപ്പം നമുക്കൊരു പ്രൊഫഷണൽ ലൈറ്റൊക്കെ മേടിക്കണമെങ്കിൽ നല്ല പൈസയാകും. ഇതാണെങ്കിൽ കൂടി വന്നാൽ 100-300 രൂപയ്ക്കകത്ത് നമുക്ക് ഈ സംഭവം റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു മണിക്കൂർ നേരത്തെ കുറച്ച് സമയം, 1 മണിക്കൂർ സമയം കൂടെ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റിങ് എല്ലാം റെഡിയാക്കി ലെവലാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളിനി എല്ലായിടത്തും ഇതുപോലെ പശയൊക്കെ ഒന്ന് വെച്ച് ഇവനെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഊരി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട.
അത്രേ ഉള്ളൂ സംഭവം. വളരെ എളുപ്പം ചെയ്യാന്നേ. ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവനെ മറ്റേ നമ്മുടെ ക്ലാമ്പ് അതന്നെ ഇവിടെ പിടിപ്പിക്കണം. അപ്പം നമുക്ക് അതിനൊരു ഹോളിടണം. അപ്പോൾ നമ്മുടെ മെയിൻ ആയുധം മാരകായുധമുണ്ട് നമ്മുടെ കയ്യിൽ, അത് സോൾഡറിങ്, അത് വെച്ചിട്ട് നമ്മളൊരു ഹോളിട്ട് കൊടുക്കുക. അത് കറക്റ്റായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് ഇല്ല മറ്റേ സ്റ്റാൻഡേ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞോ വളഞ്ഞോ ഒക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഹോള് നല്ല കറക്റ്റായിട്ട് ഇടുക. എന്നിട്ട് ചെറിയ നട്ടും ബോൾട്ടും കൂടി ഇട്ട് നമ്മുടെ ആ സാധനം അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ സോൾഡറിങ് വെച്ച് ഹോളിടണം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഹോള് കറക്റ്റാണ്, നട്ട് സ്ക്രൂ നല്ലപോലെ അതിൻ്റെ അകത്ത് കയറുന്നത്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് നമ്മുടെ മാരകായുധം വെച്ച് ഒരു ചെറിയ ഹോളോട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് റെഡിയാവും. അപ്പോൾ നമ്മളിപ്പം അത് വളരെ കറക്റ്റായിട്ടൊക്കെ നോക്കാൻ വേണ്ടി പേനയൊക്കെ വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളങ്ങ് സിമ്പിളായിട്ടങ്ങ് ഹോളിട്ട് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ക്ലാമ്പ് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി കഴിയും. പിന്നെ അതിൻ്റെ അകത്തോട്ട് എന്തോ നമ്മുടെ സ്ക്രൂ അങ്ങോട്ട് ഇടുക, നട്ടിടുക, ഇങ്ങോട്ട് ടൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ല, കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലാമ്പ് 2 പീസാണ്. കാര്യം അത് നമുക്കൊരു ഇച്ചിരി കനം വേണം. അപ്പോൾ കനമുള്ള സാധനമൊന്നും കിട്ടില്ല. ഇത് നമ്മുടെ അടുക്കളയിൽ മറ്റേ പപ്പടമൊക്കെ എടുക്കുന്നൊരു ചെറിയ സാധനമുണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്, അത് കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ. വേറെ സാധനം കിട്ടിയില്ല. ഇപ്പം ഈ കടകളൊന്നും എല്ലായിടത്തൊന്നും ഇല്ലാത്ത കാരണം സംഭവം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടിയത് ഇതാണ്. അവനെ നമ്മളങ്ങ് മുറിച്ച് എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ലൈറ്റ് ഒട്ടിക്കാം. അപ്പോൾ ലൈറ്റ് ഒട്ടിക്കുമ്പോഴത്തേക്ക് ഒരിച്ചിരി പാട് വരും. കാര്യം ഇത് നമ്മൾ നേരെയുള്ള ലൈറ്റല്ല. അപ്പോൾ ഇതിങ്ങനെ ഇതിൽ വളച്ച് ഒട്ടിക്കാനായിട്ട് ഇത് ഈ സ്ട്രിപ്പ് ഒരു സ്വല്പം എന്താ പറയുക, ഒരു കട്ടി ഉള്ളൊരു സാധനമാണ്. കാര്യം അതേ കൂടെ തന്നെയല്ല ഇതിൻ്റെ സപ്ലൈയും കണക്ഷനും എല്ലാം കൂടെ പോകുന്നതുകൊണ്ട് അതിൻ്റെ പുറകിലൊരു കോപ്പറിൻ്റെ ഒരു എന്തു പറയുന്ന കറണ്ട് പോകുന്നൊരു സാധനം അത് തന്നെ അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വളച്ച് ഒട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചൊട്ടിക്കണം. അപ്പോൾ ഇതേ തന്നെ പശയുണ്ട്, പക്ഷേ ആ പശ ഇത് നമ്മളെ സ്ട്രോങ് ആയിട്ട് നിൽക്കത്തില്ല. കാര്യം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ട് എന്താ പറയുക അഴിഞ്ഞിങ്ങി പോരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ ഗ്ലൂവും കൂടെ സൈഡിൽ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവൻ സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ. ഇളയിപ്പോൾ എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഈ അതിൻ്റെ പുറകിലത്തെ പേപ്പറും കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ എല്ലാം കൂടെ കയറി ചിലപ്പം കുരുങ്ങും. അങ്ങനെ നമ്മളവിടെ ഒരു ഡ്രോപ്പ് അധികമൊന്നും വെക്കണ്ട. ഈ ഇത് അധികം നമ്മൾ ഗ്ലൂ അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങാനായിട്ട് ഒത്തിരി താമസം വരും. സ്വല്പം എന്ന് വെച്ചാൽ മതി, അവനങ്ങ് സെക്കൻഡുകൾ കൊണ്ട് അവനങ്ങ് ഉണങ്ങിക്കോളും. ഇത് അത്രേ ഉള്ളൂ സംഭവം. വേണ്ട ഇനിയൊരു 10 സെക്കൻഡ് ഒന്ന് നമ്മൾ പിടിച്ചു കൊടുക്കും. അപ്പോൾ അവനവിടെ സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ. അത്രേ ഉള്ളൂ സംഭവം. അപ്പം നമ്മളിത് ഒട്ടിക്കുമ്പോഴത്തേക്കും മാക്സിമം നല്ല ഭംഗിയായിട്ട് ഒട്ടിക്കാൻ നോക്കുക. അപ്പം കാണാനും നല്ലൊരു എന്താ പറയുക, ഒരു ചന്തമായിരിക്കും. അത്രയുള്ള സംഭവം. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ സൂപ്പർ ഗ്ലൂ പരിപാടി ഒന്ന് പണിപാളി. നമ്മൾ തലകുത്തി നിന്നിട്ട് അവൻ അങ്ങോട്ട് ഒട്ടിയില്ല. ഇനി ഈ റിങ്ങിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഈ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ പുറകിലത്തെ പശയുടെ കുഴപ്പമാണോ എന്താണോ എന്തോ, നമ്മൾ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം നടത്തിയിട്ടും അതങ്ങോട്ട് അങ്ങോട്ട് ഒട്ടുന്നില്ല, അവനങ്ങോട്ട് സെറ്റാകുന്നില്ല. പിന്നെ അവസാനം നമ്മുടെ അടുത്ത ആയുധം കയ്യിലെടുത്ത് ഗ്ലൂ ഗൺ, അതിലൊരു പണി നടക്കത്തില്ല. അവ നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് എളുപ്പം പരിപാടി നടന്നു. മറ്റേതുപോലെ നമുക്ക് ഈ ഒത്തിരി നേരം അതിൽ പിടിച്ചുകൊണ്ടെന്നിരിക്കണ്ട. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് എളുപ്പം കാര്യം നടക്കുമല്ലോ, നല്ല സ്ട്രോങ് വേണം, പോകത്തില്ല. അങ്ങനെ നമ്മൾ ചറപറാന്നങ്ങോട്ട് ഗ്ലൂ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് അവനങ്ങോട്ട് ഒട്ടിച്ച്, അങ്ങനെ 2 ലെയർ നമ്മൾ ഒട്ടിച്ചെടുത്ത് 2 ചുറ്റി. അപ്പോൾ 5 മീറ്റർ നീളം ഉണ്ടല്ലോ. എന്നിട്ട് കുറച്ച് നമുക്ക് മിച്ചം വന്നായിരുന്നു. ഇത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പരിപാടി നമുക്ക് അത് ചെയ്യാം. അങ്ങനെ നമ്മൾ അപ്പോൾ ഈ ഒട്ടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഗ്ലൂ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല കാണാൻ നല്ല രസമായിരിക്കും.
അങ്ങനെ മുഴുവനെ നമ്മൾ 2 ചുറ്റ് നമ്മുടെ LED അങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് അങ്ങോട്ട് എടുക്കുക. അതോടുകൂടി നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം. സിമ്പിളാന്നേ, ആർക്ക് വേണം ചെയ്യാം. കണ്ട, അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ നേരത്തെ പറയല്ലോ ചെറിയൊരു ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ സ്വല്പം നമ്മുടെ ഗ്ലൂ അങ്ങ് തേച്ച് കൊടുക്കുക. പിന്നെ അവൻ ഇളകി വരും എന്നുള്ളൊരു പേടിയേ നമുക്ക് വേണ്ട. ഇതാ കഴിഞ്ഞ്, ഇത്രേ ഉള്ളൂ. പിന്നെ ഈ ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ ഇത് ഒട്ടിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഇതെന്നിങ്ങനെ നൂല് പോലെ ഒരു സാധനം ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതൊരു ഇച്ചിരി പരിപാടിയാണ്. വലിയ പരിപാടിയൊന്നും ഇല്ല, ചുമ്മാ ഇരിക്കില്ല, നമുക്കങ്ങ് വൃത്തിയാക്കും. ഇത്രേ ഉള്ള കാര്യം. അപ്പോൾ അതെ, നമ്മൾ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവൻ ഇളകി പോകുന്നുള്ളൊരു പേടിയാണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നുകൂടെ ഒന്ന് നമ്മളെ ഗ്ലൂ നൈസായിട്ടങ്ങ് തേച്ച് കൊടുക്കും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെ നമ്മൾ ഒരു 300 രൂപ മാക്സിമം ആയിക്കാണ്. അതിനാണ് നമ്മൾ റിംഗ് ലൈറ്റ് സെറ്റപ്പ് ആക്കിയിട്ടത്. ഇതാ കഴിഞ്ഞു, ഇത്രേ ഉള്ള പരിപാടി. ഇനി നമുക്ക് ആ ക്ലാമ്പ് ഒന്ന് ടൈറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സൈഡിലൊക്കെ നിൽക്കുന്ന ഇതുണ്ടല്ലോ, നൂല് പോലെ വരുമല്ലോ ഈ ഗ്ലൂവിൻ്റെ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അതോടുകൂടി നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്ലാമ്പും ടൈറ്റ് ചെയ്ത് ഒന്ന് കണക്ഷൻ കൊടുത്ത് കത്തുമെന്ന് നോക്കണമല്ലോ. നോക്കാന്ന് കത്താതെ അവിടെ പോകാൻ നമ്മൾ ലൈറ്റ് വാങ്ങിച്ചപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ മേടിച്ചത്. അപ്പോൾ അവിടെ നിന്ന് കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കും. കാര്യം നമുക്ക് വളരെയധികം ഇപ്പം ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മളൊരു LED ലൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ ലൈറ്റോ ഏത് വാങ്ങിക്കാനാണെങ്കിൽ ഈ നല്ല ചിലവാണ്. ഇപ്പോൾ മൊബൈലിലൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളത്. വെട്ടം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടെ അങ്ങോട്ട് LED അങ്ങോട്ട് ഒട്ടിക്കുക. ഇത് മതി, ഇത് ധാരാളമാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള ലൈറ്റുണ്ട്. ഇതാ ക്ലാമ്പിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം നല്ല ടൈറ്റായി. ഇനി നമുക്ക് ഇവനെ ഒന്ന് നമുക്കൊന്ന് കത്തിച്ച് വെക്കാം. നമ്മളിത് കണക്ഷനൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മളൊരു കത്തി കണ്ട, അടിപൊളി. ഇപ്പം നമുക്ക് നല്ല റൂമിനുള്ളിലൊക്കെ ഒന്ന് കത്തിച്ച് നോക്കിയാലേ അതിൻ്റെ കറക്റ്റ് വെട്ടം അറിയത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വെളിയിലിരിക്കുന്നതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് അറിയാൻ പറ്റത്തില്ല വിളിച്ച്. ഇതാ നമ്മുടെ ലൈറ്റിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇതിലോട്ട് ജസ്റ്റ് നമ്മൾ കണ്ട ആ മെറ്റൽ പീസ് അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി, വേറെ ഒരു പരിപാടിയില്ല. ഇതാ കഴിഞ്ഞു, കണ്ട. ഇനി ഇത് നമുക്ക് നമ്മുടെ ലൈറ്റ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ മറ്റേ ക്യാമറയൊക്കെ ചെറിയ ട്രൈപ്പോഡോ എവിടെ വേണേൽ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഒരു പ്രശ്നമില്ല, വെയിറ്റ് ഇല്ലല്ലോ നമുക്ക്. അതുകൊണ്ട് വെറുതെ ചുമ്മാ വെച്ചാൽ അവിടെ ഇരുന്നുള്ള സാധനം. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അപ്പം നമ്മുടെ ഈ റിംഗ് ലൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ഫോളോയും ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട്